Hey guys! Eduportന്റെ 8th, 9th, 10th ക്ലാസ്സുകൾ സ്റ്റേറ്റ് ആയാലും CBSE ആയാലും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം മക്കൾ എല്ലാവരും അറിഞ്ഞാണല്ലോ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് എഡ്യൂപോർട്ട് ആപ്പ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് എഡ്യൂപോർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഇനി ആ ആപ്പ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ ക്ലാസ് ആദ്യം ചൂസ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ മേലെ ഈ വട്ടത്തിലുള്ള ഒരു ചെറിയ മനുഷ്യനെ കാണുന്നുണ്ടോ? നിങ്ങൾ ആ മനുഷ്യനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൊഫൈൽ കിട്ടും. ഈ പ്രൊഫൈലിൽ ഒരു ബ്ലൂ ബോക്സ് ഇവിടെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ ക്ലാസ് 8 ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ഉണ്ട്. ഇതിൽ ഏതാണോ നിങ്ങൾ ഏത് മീഡിയം ആണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ക്ലാസ്സസ് ഏതൊക്കെയാണ്, ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്നുള്ളത് കൃത്യമായിട്ട് കിട്ടും. നമ്മൾ ആദ്യം ലൈവുകളാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ലൈവ് ഏതാണ്, കഴിഞ്ഞു പോയ ലൈവുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് കഴിഞ്ഞു പോയതാണെങ്കിലും ഏത് ലൈവ് ആണെങ്കിലും ഇവിടുന്ന് കാണാം. ഇനി ലൈവ് മാത്രമല്ല മക്കളെ, നിങ്ങൾ ഓരോ ലൈവിലും പഠിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ? അപ്പോൾ സോഷ്യലിൻ്റെ ലൈവ് ആണെങ്കിൽ കഴിഞ്ഞത് സോഷ്യലിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് എന്നുള്ള ഈ കോളം ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. ശരിയായി നിങ്ങൾക്ക് തെറ്റാണ് ആൻസർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ജസ്റ്റ് വീഡിയോ കണ്ട് പഠിക്കുക. അപ്പോൾ അതങ്ങനെ തറവായിട്ട് വരും. യെസ്, ഇനി ഇങ്ങനെയാണ് നമ്മൾ ലൈവ് കാണുന്ന സമയത്ത് നിങ്ങൾ യൂട്യൂബ് കാണുന്നത് പോലെ തന്നെ ആപ്പിൽ ലൈവ് ഇങ്ങനെയാണ് വരിക. ഇവിടെ കണ്ടോ നോട്ട്സ്, ഈ ലൈവിൻ്റെ നോട്ട്സ് ഇവിടെ നിങ്ങൾക്ക് ഞെക്കിക്കഴിഞ്ഞാൽ PDF രൂപത്തിൽ നോട്ട്സ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും അവിടെ തന്നെ ക്ലിയർ ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആ ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ചത്തേക്കുള്ള ലൈവുകൾ ഏതൊക്കെയാണെന്നുള്ളത് ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് 20-ാം തീയതി ഇപ്പോൾ ഒരു കല്യാണം ഉണ്ട്, അന്ന് ഏതാ ലൈവ്, അന്നത്തെ ലൈവ് എന്ന് 21-ാം തീയതി കാണാം എന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ 20-ാം തീയതി ഞെക്കിയാൽ മതി. അപ്പോൾ എന്താണ് അവിടെ ഏത് ലൈവാണ് വരുന്നത് എന്നുള്ളത് കാണാം. നിങ്ങൾക്ക് അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്ത് പഠിക്കാം. യെസ്, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ലൈവുകളെ കുറിച്ച് അറിയാനുള്ളത്. ഇനി റെക്കോർഡ് ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കാൻ വീണ്ടും നമ്മൾ ഈ ലൈവിൻ്റെത് ഇവിടുത്തെ ഓറഞ്ച് ബട്ടണിലായിരുന്നു അല്ലേ? ബാക്കി ഓരോന്നും മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, സോഷ്യൽ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് എടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഫിസിക്സ് നമ്മൾ ഞെക്കി. ഫിസിക്സ് എടുക്കുവാണെങ്കിൽ നോക്കിക്കോ, മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ്, മോഷൻസ്, നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ വരുന്നു. ഇപ്പോൾ മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ വീഡിയോസായിട്ട് നിങ്ങൾക്ക് ഡാനിഷ് സർ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത് കാണാം. അതിൽ ഓരോ വീഡിയോസിലും എന്തുണ്ട്? പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ക്വിസ് ഇവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നോട്ട്സും PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി എങ്ങനെയാണ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? പ്രാക്ടീസ് ക്വസ്റ്റ്യൻ്റെ ആ പ്രാക്ടീസ് എന്നുള്ളത് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും ഓരോ ക്വസ്റ്റ്യൻ, ഇപ്പോൾ 4 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരും. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു, നിങ്ങൾ അതിലൊരു ആൻസർ മൾട്ടിപ്പിൾ ചോയ്സ് ചൂസ് ചെയ്യുന്നു. ചൂസ് ചെയ്യുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ അറിയാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല ഞാൻ പറഞ്ഞു നോട്ട്സ്, നമ്മുടെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ എടുക്കുന്ന നോട്ട്സ് നിങ്ങൾക്ക് PDF രൂപത്തിൽ ഇവിടെ നിന്ന് കിട്ടും. അപ്പം മക്കളെ, ഇത്രയും ഫെസിലിറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് യാതൊരു കോസ്റ്റും ഇല്ലാതെ 100% ഫ്രീ ആയിട്ടാണ്. അപ്പം എല്ലാവരും ഈ എല്ലാ ഫെസിലിറ്റീസും നന്നായിട്ട് യൂസ് ചെയ്ത് അടിപൊളിയായി പഠിച്ച് മിടുക്കരായിട്ട് വരിക.